അമ്മ പാട് ആദ്യം ചെയ്ത കാര്യം അതല്ലേ. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വണ്ടിക്കകത്ത് കയറി ഇരുന്ന ഉടനെ തന്നെ ബെൽറ്റ് വലിച്ചിടാനായിട്ട് പാടില്ല. ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? സീറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. രണ്ടാമത് ചെയ്യേണ്ട കാര്യം മൂന്നാമത് ചെയ്യേണ്ട കാര്യം ബെൽറ്റ്. കാരണം ഈ ബെൽറ്റ് ഇട്ടതിന് ശേഷം ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് വരും, നമ്മളെ ക്രോസ് കിടക്കുക, വലിച്ചിടാൻ നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ നമുക്ക് ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം. ഇങ്ങനെ 3 മിറർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പം അങ്ങനെ കൊടുക്കാൻ നേരം ഈ ബെൽറ്റ് കിടപ്പുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? അപ്പം അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, എപ്പോഴും ഒരു വണ്ടിയിൽ കയറി ഇരുന്ന ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, മിറർ സെറ്റ് ചെയ്യുക, സീറ്റ് ബെൽറ്റ്. ഇത് എപ്പോഴും ഈ ഓർഡറിൽ ചെയ്യാവുള്ളൂ. എന്തിനാണ് സീറ്റ് ബെൽറ്റ് ഇടുന്നത്? നമ്മുടെ സേഫ്റ്റി. എന്താണ് സേഫ്റ്റി? ഒന്ന് മുമ്പോട്ട് പോയിക്കേ, പോകുന്നില്ലേ? ഇപ്പം ഞാൻ ബെൽറ്റ് ഇട്ടേക്കുക, ഞാൻ ഇട്ട് വെച്ചേക്കുക. ഇവനെ ഞാൻ ഇങ്ങോട്ട് വലിക്കുക, വലിയുന്നില്ലേ? റബ്ബർ വലിയുന്ന വലിയുന്നില്ലേ? ഇപ്പം എൻ്റെ തല ഇടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ പോയി ഇരിക്കത്തില്ലേ? ഉറപ്പുള്ള കാര്യമില്ലേ? നോക്കി കണ്ട അല്ലേ, നമ്മൾ ചെയ്യുമ്പോൾ തന്നെയല്ലേ. അപ്പം ഈ ബെൽറ്റ് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഉണ്ട്. അപ്പം ഈ ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? സീറ്റ് ബെൽറ്റ് ഇടുന്നത്. ഉറപ്പുള്ള കാര്യമല്ലേ? ഈ ആക്സിഡന്റ് എന്ന് പറയുന്ന സംഭവം പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റാ അല്ലേ, അല്ലാതെ നമ്മൾ നേരത്തെ മുൻകൂട്ടി കണ്ട് സ്ലോ മോഷനിൽ വരുന്നൊരു സംഭവമാണ്. അപ്പോൾ പെട്ടെന്നൊരു ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ വണ്ടിയിലോട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഫോഴ്സ് വരുമ്പോൾ എന്ത് ചെയ്ത് നോക്കിക്കോണം, എന്തേ അനങ്ങുന്നുണ്ടോ നോക്കി. ഞാൻ എത്രയൊക്കെ ബലം പിടിച്ചെന്ന് പറഞ്ഞാലും ഇത് അനങ്ങുന്നുണ്ടോ? ഇല്ല. ശരിയായി വരുന്നത് ജസ്റ്റ് ലൂസ് ആക്കി എന്ത് പയ്യെ മുമ്പോട്ട് പോകുക, പടിഞ്ഞു പോകുന്നില്ലേ. അപ്പം എന്ത് ഈ സാധനം ഒരു ഇനി മുമ്പോട്ട് പോയി നോക്കി, ഓക്കെ ഇല്ല, ഇനി ലൂസായി, ഇനി വിട്ടേ, മുമ്പോട്ട് പോകുന്നില്ലേ. അപ്പം ഇതാണ് എന്ത് സീറ്റ് ബെൽറ്റിന്റെ ഗുണമെന്ന് പറയുന്നത്. മനസ്സിലായോ? സേഫ്റ്റിയാണ്. ആ സേഫ്റ്റി എന്താണെന്ന് അറിയണ്ടേ? ഈ താക്കോല് മാത്രം നമുക്ക് ഗ്ലാസ് കാത്ത അതിൻ്റെ ചൂടെടുക്കും. താക്കോലെ മതി, ഒന്നും കൂടെ ഉണക്കി മതി. അപ്പം മനസ്സിലായോ സീറ്റ് ബെൽറ്റിന്റെ ഗുണം എന്താണെന്ന്? മനസ്സിലായോ? വീട്ടിലെ വണ്ടിയൊക്കെ ഇല്ലേ, ആ വണ്ടിയിലൊക്കെ ഈ സീറ്റ് ബെൽറ്റിന്റെ ഗുണം ഇത് പറയുന്നത് പോലെ തന്നെ ഇതിലൊക്കെ എയർ ബാഗ് ഉണ്ട്. അത് ഓപ്പൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബെൽറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ഓപ്പൺ ആയിട്ട് വരത്തുള്ളൂ. അതും ഒരു സേഫ്റ്റിയുടെ ഭാഗമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഇതാണ് സ്റ്റിയറിംഗ് വീല്. ഈ നടുക്കുള്ളതാണ് ഹോൺ. ഒന്ന് ഹോൺ അടിച്ചേ. ഇപ്പം നമ്മൾ ഹോൺ അടിച്ചേ എങ്ങനെ? ഒന്നും കൂടെ അടിച്ചേ. ഓക്കെ, ഇപ്പം നമ്മൾ സ്റ്റിയറിംഗിൽ പിടിച്ചോണ്ടൊന്ന് അടിച്ചേ. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എല്ലാം നമ്മുടെ വിരലിൻ്റെ തുമ്പത്ത് തന്നെ ഉണ്ട്. നമ്മൾ ഇവിടെ കൈ വെക്കുമ്പം ഇത് കണ്ട ഈ ഒരു കട്ടിങ് പോർഷൻ കണ്ട, ഇത് ഇത്രയും, ഇത് ഫുൾ എന്താണ് നമുക്ക് ഹോൺ വർക്ക് ചെയ്യും. ഇപ്പം എല്ലാ വണ്ടിക്കും കാണും, പല വണ്ടിക്കും പല രീതിയിലായിരിക്കും. പക്ഷെ സെൻറ്ററിൽ ഒരു കട്ടിങ് പോർഷൻ തന്നെ വരും. ആ കട്ടിങ് പോർഷൻ്റെ ഏത് എൻഡിൽ ഞെക്കിയാലും എന്ത് ചെയ്യും? ഹോൺ വർക്ക് ചെയ്യും. നമ്മൾ ഈ കൈ എടുത്ത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. ഈ കൈ ഇവിടെ വെക്കുക, ഈ വിരൽ കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് ഞെക്കിയാൽ മതി. ഒന്ന് ചെയ്ത് നോക്കി അങ്ങനെ എന്താ, സിമ്പിൾ അല്ലേ? മറ്റേ കൈയാണെങ്കിലും ആ എൻഡിൽ ഞെക്കിയാലും ഇത് വർക്ക് ചെയ്യും. ഈ ഒരു പോർഷൻ ഫുള്ള് നമുക്ക് എന്ത് ചെയ്യും? ഹോൺ വർക്ക് ചെയ്യും. അല്ലാതെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഈ ഒരു കൈ എടുത്ത് അങ്ങോട്ട് വന്നത് പ്രവർത്തിക്കേണ്ട കാര്യം നമുക്കില്ല. നമുക്ക് ജസ്റ്റ് ഒറ്റ സെക്കൻഡിൽ ഇത് ചെയ്ത് മാറാം. കാരണം നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ അതിനകത്തുള്ള ഓരോ സെക്കൻഡ് നമുക്ക് അത്ര വിലപ്പെട്ടതാണ്. അപ്പം ഈ ഒരു കൈ എന്ത് ചെയ്യണ്ട, അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു കൈ പോകുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ ഒന്ന് ബാലൻസ് പോകുന്നു. അപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ ഉണ്ട്. നമ്മളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ ഹോണിൻ്റെ കാര്യം മനസ്സിലായ? നമ്മൾ പഠിക്കാൻ പോയപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടില്ലായിരുന്നോ? ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട്. ഓക്കെ, ഇത് എങ്ങനെ ഓഫാകുന്നത്? ഓട്ടോമാറ്റിക്. അത് എങ്ങനെ ഓട്ടോമാറ്റിക്കലി ഓഫാവും അറിയാമോ? ഇപ്പം എങ്ങോട്ട് ഇൻഡിക്കേറ്റർ വെച്ചേക്കുന്നത്? അപ്പം നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് എന്തിനു വേണ്ടിയായിരിക്കും ഇൻഡിക്കേറ്റർ? ലെഫ്റ്റിലോട്ട് തിരിക്കാൻ വേണ്ടി അല്ലേ? ഉറപ്പുള്ള കാര്യമല്ലേ? അപ്പം ഞാൻ ലെഫ്റ്റിലോട്ട് തിരിച്ച് വെച്ചേക്കുക. നമ്മളെ വളവിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ സ്റ്റിയറിംഗ് നേരെ ആക്കുമല്ലോ. ഇവൻ നേരെ വരുമ്പോൾ എന്ത് ചെയ്തു? ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. ഈ ലെഫ്റ്റിലോട്ടിട്ട് ഇൻഡിക്കേറ്റർ ഓഫ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈ സ്റ്റിയറിംഗ് റിട്ടേൺ കറങ്ങി വരണം.
എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഓഫ് ആവുള്ളൂ. ഓഫ് ആകത്തുള്ളൂ. അല്ലാത്ത പക്ഷേ അങ്ങനെ തന്നെ നിൽക്കും. എപ്പോൾ ഈ സ്റ്റിയറിങ് കറങ്ങി റിട്ടേൺ വരുന്നോ അപ്പോൾ ഇവൻ ഓഫ് ആകും. ഇപ്പം 2 വീലറിലൊക്കെയാണെങ്കിൽ നമ്മൾ മാനുവൽ ഇട്ട് കൊടുക്കുകയും വേണം, നമ്മൾ തന്നെ ഓഫ് ആക്കുകയും വേണം. കാരണം എന്തുകൊണ്ട്, ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്ത് വളച്ചതിന് ശേഷം ഏത് ഭാഗത്താണോ വളക്കുന്നത് ആ ഭാഗത്തേക്ക് വളച്ചതിന് ശേഷം ഈ സ്റ്റിയറിങ് നേരെ വന്ന് ഇവൻ എന്താക്കിക്കോളും, ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കോളും. ഒന്ന് റൈറ്റ് ഇൻഡിക്കേറ്റർ നോക്കിക്കേ, റൈറ്റിലോട്ട് ഒന്ന് സ്റ്റിയറിങ് തിരിച്ച് നോക്കിക്കേ, തിരിച്ചില്ലേ, ഇനി ഇന്ന് പയ്യോനെ നേരെ ആക്കി ഓഫ് ആയത് കണ്ട. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡിക്കേറ്ററിൻ്റെ പ്രവർത്തനം അതിൽ നടക്കുന്നത്. ഈ സ്റ്റിയറിങ് എപ്പോൾ നേരെയാവുന്നു അപ്പം ഇവൻ ഓഫ് ആവും. അപ്പം ഇത് നമ്മൾ ലെഫ്റ്റിലോട്ട് എടുക്കുക, ഈ നേരെ തന്നെ പോകാമെന്ന് വിചാരിച്ചോ, നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മുടെ ഈ സ്റ്റിയറിങ് നേരെ തന്നെ പോകുമ്പോൾ വലിയ വേരിയേഷൻ ഉണ്ടോ, ഇല്ല. അപ്പോൾ ഇവൻ ഓഫ് ആവുമോ, ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, നമ്മൾ മാനുവലി ചിലപ്പോൾ ഓഫ് ആക്കി കൊടുക്കേണ്ടി വരും. ഈ സ്റ്റിയറിങ്ങിന് വേരിയേഷൻ വന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഓട്ടോമാറ്റിക്കലി ഇത് ഓഫ് ആകത്തുള്ളൂ. പറഞ്ഞത് മനസ്സിലായ? ഓക്കെ അല്ലേ? ഇനി ആ ഇൻഡിക്കേറ്റർ ഒന്ന് ഓഫ് ചെയ്തേ. ഓക്കെ, ഈ ഒരു ലിവറിൽ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയപ്പം ആകെ പഠിച്ചത് ഇൻഡിക്കേറ്റർ മാത്രമല്ലേ ഉള്ളൂ. കണ്ട ഈ ഒരു പോഷൻ കണ്ട, ഇതിൽ കൈ വെച്ച് പിന്നെ മുമ്പോട്ട് തിരിച്ചു കൊടുത്തേ. ഓക്കെ, ഒന്നും കൂടെ തിരിച്ച്. ഓക്കെ, ഇനി അത് കണക്കിന് റിട്ടേൺ കറങ്ങി ഒന്നും കൂടെ. ലൈറ്റിൻ്റെ സ്വിച്ചാണ് വരുന്നത്. ഒന്ന് തിരിച്ച് ആദ്യം തിരിക്കുമ്പോൾ കത്തുന്നത് എന്താണ്, പാർക്ക് ലൈറ്റ് ആണ്. പാർക്ക് ലൈറ്റ് മീൻ ഈ ഹെഡ് ലൈറ്റ് കത്തുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വാഹനത്തിൽ ഒരു ചെറിയ ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ മീറ്ററും ഉൾപ്പെടെ അതിനകത്തൊരു ലൈറ്റ് കത്തുന്നതുകൊണ്ട് കാണാൻ പറ്റും. ഒന്ന് ഓഫ് ചെയ്തേ. ഒരു ചെറിയ പ്രകാശം, ഇപ്പോൾ വെട്ടമുള്ളത് കൊണ്ടാണ് നമുക്ക് മെയിനായിട്ട് അത് അറിയാത്തത്, പകലായതുകൊണ്ട്. ഒന്ന് തിരിച്ചു നോക്കി, അപ്പം ആ നീഡിലൊക്കെ കണ്ട ഇപ്പം എന്തായി, പാർക്ക് ലൈറ്റ് ഓണായി. ഇനി നമുക്ക് ഹെഡ് ലൈറ്റ് ഓൺ ആക്കണം. എങ്ങനെ ഓണാക്കും, ഒന്നും കൂടെ തിരിച്ചപ്പോൾ എന്ത് ചെയ്ത് ഹെഡ് ലൈറ്റ് ഓണായി. ഈ ഹെഡ് ലൈറ്റിൽ തന്നെ നമുക്ക് രണ്ടായിട്ട് അവനെ തിരിക്കാം, ഡിമ്മും ഉണ്ട് ബ്രൈറ്റും ഉണ്ട്. ഇപ്പം ഈ വണ്ടിയുടെ പ്രകാശം ബ്രൈറ്റിൽ കിടക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, ആ നീല സിമ്പല് ഒരു കൈപ്പത്തിയുടെ ചിഹ്നം നീല കളറിൽ കത്തി കിടക്കുന്നുണ്ടോ, എന്താണ് അത്, ബ്രൈറ്റ് ആയതുകൊണ്ടാണ്. നമ്മൾ ഇവനെ മുമ്പോട്ട് തിരിച്ചു കൊടുത്താൽ എന്ത് കത്തിക്കോളും, ലൈറ്റ് കത്തിക്കോളും. ഈ ലൈറ്റിനെ രണ്ടായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം, ഡിമ്മും ബ്രൈറ്റും. അവ ചെയ്യുന്നത് ദേ ഇതിപ്പം ആ ലൈറ്റ് കത്തുന്നുണ്ടോ, പക്ഷെ വെട്ടമുണ്ട്, ഫ്രണ്ട് ലൈറ്റ് കത്തി കിടപ്പുണ്ട്. നമ്മളത് തിരിച്ചു കൊടുത്തപ്പോൾ ലൈറ്റ് ഓണായി. ഇപ്പം കിടക്കുന്നത് ഡിമ്മിലായതുകൊണ്ടാണ് അവിടെ സിമ്പിളൊന്നും കാണിക്കാതെ, പക്ഷെ ലൈറ്റ് ഓണുമാണ്. സംശയം ഉണ്ടോ പറഞ്ഞത്? ഇവനൊന്ന് മുമ്പോട്ട് തള്ളി കൊടുത്തേ. ഇപ്പൊ എന്തായി, ബ്രൈറ്റായി. മുമ്പോട്ട് പുഷ് ചെയ്ത് കൊടുത്തപ്പോൾ എന്ത് കത്തി, ബ്രൈറ്റായി. ഇവനൊന്ന് ഡിമ്മാക്കിക്കേ. ഓക്കെ, ആ ലൈറ്റിന് ഓഫ് ചെയ്ത് അങ്ങനെ നിർത്തണ്ട. റോഡിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, കണ്ണിലായിരിക്കും കൂടുതലായിട്ടും വെട്ടം അടിക്കുന്നത്. ബ്രൈറ്റിന് ഡിമ്മാക്കുമ്പോൾ ആ വെട്ടത്തിന് ചെറിയ വേരിയേഷൻ വരുന്നതേ ഉള്ളൂ, ഏരിയ കുറവായിരിക്കും, അടിക്കുന്ന ഏരിയ കുറവായിരിക്കും. ഓക്കെ, ബട്ട് ബ്രൈറ്റിലാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് അതിനകത്ത് കാണിച്ചു തരാൻ ഒരു വാണിംഗ് ആണൊക്കെ ഒരു സിമ്പിൾ അതിലുണ്ട്. ഓക്കെ, ഇപ്പം എന്തിലാണ് കിടക്കുന്നത്, ഡിമ്മിൽ. ബ്രൈറ്റ് ആക്കിക്കേ, ഡിമ്മാക്കിക്കേ, ലൈറ്റ് ഓഫ് ചെയ്ത്, പാർക്ക് ഓഫ് ചെയ്ത്, ഓഫാക്കി. ആദ്യം ഓഫാകുന്നത് ലൈറ്റ് ആയിരിക്കും, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫുള്ളായിട്ട് അതിനെ ഓഫാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി പാർക്ക് ലൈറ്റ് ഓൺ ആക്കി, ഹെഡ് ലൈറ്റ് ഓൺ ആക്കി, ബ്രൈറ്റ് ആക്കി, ഡിം ആക്കി. ഓക്കെ, ഇനി ആ ലൈറ്റ് ഓഫ് ചെയ്ത്, പാർക്ക് ഓഫ് ചെയ്ത്, ഈ പറഞ്ഞ കാര്യം സംശയമുണ്ടോ? ഈ ഒരു ലെവലിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ നമുക്ക് വരുന്നുണ്ട്. ആ ഒരു കാര്യമാണ് പാസ് ലൈറ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു വണ്ടിയുടെ ചിലപ്പോൾ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ എതിരെ വരുന്ന ലൈറ്റ് മിന്നിച്ച് വരുന്ന കണ്ടിട്ടുണ്ടോ? നമ്മൾ വണ്ടി നേരെ പോകുമ്പോൾ അവിടെ നിന്ന് ഓവർടേക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ലൈറ്റ് മിന്നിക്കും. ഞാൻ വരുന്നുണ്ട്, കയറി വരുവാണ് എന്നൊരു നിർദ്ദേശം പോലെ നമുക്ക് വരുന്നതാണത്. ഈ ലിവർ തന്നെ നമ്മൾ അകത്തോട്ട് പുഷ് ചെയ്ത് വിടുക, പുഷ് ചെയ്ത് വിടുക, പുഷ് ചെയ്ത് വിടുക. അങ്ങോട്ട് പുള്ളി ചെയ്തു, വലിച്ചു കണ്ട, അപ്പോൾ ലൈറ്റ് കത്തി കണ്ട, വിട്ടേ. അങ്ങനെ തന്നെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരുന്നേ. ഇപ്പം എന്ത് കത്തിക്കൊണ്ടിരിക്കുക, പാസ് കത്തിക്കുക. അവൻ സ്റ്റേബിൾ ആയിട്ട് ഒരിക്കലും നിൽക്കത്തില്ല, അവൻ വിട്ടും നിൽക്കും. നമ്മളത് കണ്ടിന്യൂസ് എന്തോരം സ്പീഡിൽ എന്തോരം തവണ അവനെ പുള്ളി ചെയ്ത് വിടുന്നോ അതനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ലൈറ്റ് മിന്നുന്നത്. ഓക്കെ, സംശയമുണ്ടോ? ഈ ഒരു ലിവറിന്റെ കാര്യങ്ങൾ ഫുള്ള് മനസ്സിലായ? ഇപ്പൊ ഈ നിലവിൽ പറഞ്ഞു തന്നേക്കുന്നതിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംശയമുണ്ടോ? വ്യക്തമല്ലേ?
ഓക്കെ, ഇനി നമുക്ക് ഈ ലിവറിലോട്ട് വരാം. ഇപ്പം ഈ വൈപ്പർ എന്തിലായിരിക്കും കിടക്കുന്നത്? അതുകൊണ്ടാണ് അത് വർക്ക് ചെയ്യാത്തത്. ഇവൻ നമ്മൾ താഴത്തോട്ട് ഈ ഇൻഡെന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നുണ്ടോ? ഇവന് താഴത്തോട്ട് ആയി കഴിഞ്ഞാൽ ഇൻഡിലോട്ട് വീഴും. ആദ്യത്തെ പോയിന്റ് എന്താണ്? ഈ ഇൻഡാണ്. ഈ ഇൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്റർവെൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഇന്റർവെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ വർക്ക് ചെയ്യും, ഓരോ 5 സെക്കൻഡിന് ശേഷമേ വർക്ക് ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ നമുക്ക് ചെറിയൊരു മഴ എന്തെങ്കിലും ഇത് വന്ന് നിൽക്കുമ്പോൾ കണ്ടിന്യൂസ് ഇവന് വർക്ക് ചെയ്യിക്കേണ്ട കാര്യമില്ല. ഈ ഇൻഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവൻ ഒരടി അടിക്കും, പിന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യും, പിന്നെ ഒരു 5 സെക്കൻഡിന് ശേഷം ഇവൻ എന്ത് ചെയ്യത്തുള്ളൂ? വീണ്ടും ഇവൻ പ്രവർത്തിക്കത്തുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് താഴെ വരുന്നതാണ് ലോ. ലോ എന്ന് പറയുമ്പോൾ ഇവൻ കണ്ടിന്യൂ ബേസ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, പക്ഷെ ഒരുപാട് വേഗത കാണത്തില്ല. നമുക്ക് സാധാരണ ഉള്ള മഴ സമയത്തൊക്കെ എന്ത് മതി? ഈ ലോയിലോട്ട് ഇട്ട് കൊടുത്ത് വെച്ചാൽ മതി. അതിന് താഴെ വരുന്നതാണ് ഹൈ. ഹൈ എന്ന് പറഞ്ഞാൽ ഇവന് നല്ല കണ്ടിന്യൂസ് നല്ല സ്പീഡിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെ ഫാൻ ഇല്ലേ, ഫാൻ നമ്മുടെ റെഗുലേറ്റർ ഇല്ലേ, നമ്മുടെ റെഗുലേറ്റർ 1, 2, 3, 4 ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയോ? സ്പീഡ് കൂടാ. അപ്പൊ നമുക്ക് എന്തോ ഒരു ആവശ്യം, തണുപ്പ് വേണം, എന്ത് കാറ്റ് വേണം, ഇന്ന് നിശ്ചയിക്കുന്ന ആരാ, നിയന്ത്രിക്കുന്ന ആരാ? നമ്മളാ, അല്ലേ? എനിക്ക് നല്ല കാറ്റ് വേണ്ട, നല്ല കാറ്റ്, എനിക്ക് അത്രയും കാറ്റിന്റെ ആവശ്യമില്ല, 3 മതി അല്ലെങ്കിൽ 2 മതി എന്ന് നിയന്ത്രിക്കുന്ന ആരാ? നമ്മളാ. അതേപോലെയാണ് വൈപ്പറിലും നമ്മളാണ് നിയന്ത്രിക്കുന്നത്. അത് എങ്ങനെയായിരിക്കും? പുറത്തെ സാഹചര്യം, മഴയുടെ സാഹചര്യം എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ഇവനെ തട്ടി 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 ഇട്ട് കൊടുക്കണം. മനസ്സിലായ? ഇൻഡെന്ന് പറഞ്ഞ ഇന്റർവെല്, ലോ ചെറിയ വേഗത, ഹൈ നല്ല വേഗത. ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ഓരോ 5 സെക്കൻഡ് വീതമേ ഇവൻ വർക്ക് ചെയ്യത്തുള്ളൂ. ഈ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലായ? അതായത് ഇപ്പൊ ഇന്റർവെൽ ഇട്ട് കഴിഞ്ഞാൽ ഓരോ സെക്കൻഡിന് ശേഷം വർക്ക് ചെയ്യും. ലോ ആകുമ്പോൾ ഇവൻ കണ്ടിന്യൂ ബേസ് വർക്ക് ചെയ്യും. കണ്ടോ? ഈ സ്പീഡേ കാണത്തുള്ളൂ. ഇപ്പൊ ഹൈയിലോട്ട് വന്നാൽ അവന്റെ സ്പീഡ് കൂടുന്ന കണ്ടോ? ഇതാണ് ഇതുണ്ടാകുന്ന വേരിയേഷൻ. കേട്ടോ? അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മള് അവിടെ പാസ് ലൈറ്റ് അടിക്കാൻ വേണ്ടി പുഷ് ചെയ്ത് ഓർമ്മയുണ്ടോ? പുള്ളി ചെയ്ത് ഓർമ്മയുണ്ടോ? അതുപോലെ ഇതിനകത്തൊന്ന് ചെയ്ത് നോക്കിയും. എന്ത് പറ്റി? വെള്ളം വന്നു. എങ്ങനെ വന്നു? ഇതിനകത്തൊരു സ്റ്റോറേജ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? നിറച്ചു വെക്കണം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അത് തുറക്കാനോ പിടിക്കാനോ സമയം കാണുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവനെ ഒന്ന് ഇതിങ്ങനെ പുഷ് ചെയ്ത് കൊടുത്ത് വെച്ചാൽ മതി. നമ്മൾ എന്തോരം നേരം ഇവനെ പുഷ് ചെയ്ത് വെക്കുന്നോ അതനുസരിച്ച് അതിൽ നിന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വെള്ളം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. അവൻ തന്നെ അത് അടിച്ച് കളയുകയും ചെയ്തോളും. നമ്മൾ എന്തോരം നേരം പുഷ് ചെയ്ത്, എന്താ അറിയാലോ, എവിടെയെങ്കിലും സിമ്പിൾ കണ്ടിട്ടുണ്ടോ? ഹസാർഡ് ലൈറ്റ് എന്ന് പറയും. 4 സൈഡും ഇൻഡിക്കേറ്റർ കത്തിപ്പോണ കണ്ടിട്ടുണ്ടോ? ആ സാധനമാണ് ഇത്. കണ്ടോ? 4 സൈഡും ഇൻഡിക്കേറ്റർ കത്തുന്ന സിഗ്നലാണ് എന്ത്? ഈ ഹസാർഡ് ലൈറ്റ് ആയിട്ട് ഇവിടെ വെച്ചേക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ വണ്ടി ഒരു രാത്രി സമയമൊക്കെ ആയപ്പോൾ പഞ്ചറൊക്കെ ആയി, നമുക്ക് ഹെഡ് ലൈറ്റ് ഓൺ ആക്കി ബാക്കിയുള്ളവർക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുമോ നമ്മളവിടെ കിടപ്പുണ്ടെന്ന്? കാരണം ഒരു പരിധി കഴിയുമ്പോൾ അതിൻ്റെ ബാറ്ററി ചാർജ് മൊത്തം ഇറങ്ങി അത് തീർന്നു പോകും. മറ്റുള്ളവർക്ക് ഒരു ഇൻഫർമേഷൻ എന്ന രീതിയിൽ നമുക്ക് ഈ 4 ലൈറ്റ് ഇവിടെ കത്തിച്ച് കാണിക്കാം. അതേപോലെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഇപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ കാര്യം മനസ്സിലായി. ഇത് വെറുതെ ഒന്ന് പുഷ് ചെയ്ത് തിരിച്ച് മാത്രം മതി, വേറെ ഒന്നുമില്ല കേട്ടോ. ഇനി AC, വീട്ടിലെ വണ്ടിക്ക് അത് AC ഇട്ടിട്ടുണ്ടോ? എങ്ങനെ ഇടുന്നത്? ചെയ്ത് നോക്ക്. ഇത് വെറുതെ ഓണാക്കി വർക്ക് ചെയ്യുമോ? ഓണാക്കി ചെയ്തു. എന്തിനാണ് ഫാൻ ഇട്ട് കൊടുക്കുന്നത്? തെറ്റിക്കോട്ടെ പറഞ്ഞു. ഈ ഫാൻ ഇടാറുണ്ടോ? ഈ നമ്മൾ എപ്പോഴും AC-യുടെ സ്വിച്ച് മാത്രം ഓണാക്കി ഇത് വർക്ക് ചെയ്തില്ല. അതിൻ്റെ കൂടെ എന്തും ചെയ്ത് കൊടുക്കണം? ഫാനിൻ്റെ സ്പീഡ് കൂട്ടി കൊടുക്കണം. എന്തിനാ ഫാനിൻ്റെ സ്പീഡ് കൂട്ടി കൊടുക്കുന്നത്? ഓക്കെ, അത് തെറ്റാണ്. ഒരിക്കലും ഇതിന് കൂളിങ് വരാൻ വേണ്ടിയല്ല ഫാനിൻ്റെ സ്പീഡ് കൂട്ടി കൊടുക്കുന്നത്. ഇതിൻ്റെ കൂളിങ്ങിനെ നിയന്ത്രിക്കുന്ന എപ്പോഴും ഇത് കണ്ട ജീവനായിരിക്കും. ഈ നീലയുടെ പോയിന്റ് ഏറ്റവും എൻഡിലാണെങ്കിൽ ഓർത്തോണം എന്താണ്? ഏറ്റവും കൂടുതൽ തണുപ്പ് കിട്ടുന്ന അവിടെ ആയിരിക്കും. ഇവനെ വേരിയേഷൻ വരുത്തി മേപ്പോട്ട് പോകുന്നതനുസരിച്ച് കൂളിങ്ങിന് വേരിയേഷൻ വന്നുകൊണ്ടേയിരിക്കും. തണുപ്പ് കുറഞ്ഞ് 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 മാറി വരും. ഈ പോയിന്റ് കറങ്ങി ഇവിടെ വരുന്ന ഈ റെഡിലോട്ടാണ് വരുന്നതെങ്കിൽ എന്താ എൻ്റെ അർത്ഥം? കൂളിംഗ് ഇല്ല. പിന്നെ ഇതിൽ നിന്ന് വരുന്നത് ഹോട്ടായിരിക്കും. ഈ നീല കൂളും റെഡ് ഹോട്ടും ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. ഈ റെഡിലാണ് ഇവൻ വന്ന് കിടക്കുന്നതെങ്കിൽ ആലോചിച്ചോണം, ഇതിൽ നിന്ന് വരുന്ന തണുപ്പായിരിക്കില്ല, ചൂട് കാറ്റായിരിക്കും. ഓക്കെ, അപ്പൊ ഈ നീലയുടെ പോയിന്റ് ഇപ്പൊ തണുപ്പ് കൂടുതൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് കൂടുതലാണ്, ഇത്രയും തണുപ്പ് വേണ്ടെങ്കിൽ ഫാനിന്റെ സ്പീഡ് കുറയ്ക്കുക കൂട്ടുക. അതില്ല, ഇവനെ പയ്യെ തിരിച്ചു കൊടുത്താൽ ഈ തണുപ്പിന് വേരിയേഷൻ വന്നുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഈ പറഞ്ഞ മനസ്സിലായ?
ഈ പറഞ്ഞാണെങ്കിൽ ഈ ഫാൻ ഇപ്പം ഈ തണുപ്പില്ലേ, ഈ തണുപ്പിനെ പുറത്തോട്ട് കൊണ്ടുവരണമെങ്കിൽ ആര് വേണം? ഫാൻ വേണം. അതാണ് ആര് ചെയ്യുന്ന ജോലി? ഫാൻ ചെയ്യുന്ന ജോലി. ഇപ്പം ഞാൻ ഈ 1-ന്റെ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ പുറകിൽ ഇരിക്കുന്നവർക്ക് തണുപ്പ് കിട്ടുമോ? ഇപ്പം ഞാൻ ഈ ഫാൻ്റെ സ്പീഡ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? അവർക്കും തണുപ്പ് ചെല്ലും. എന്തുകൊണ്ട്? ഈ വരുന്ന തണുപ്പിനെ, ഇവൻ കൊടുക്കുന്ന തണുപ്പിനെ പുറത്തോട്ട് കൊണ്ടുവന്ന് എല്ലാ ഏരിയയിലോട്ടും സ്പ്രെഡ് ചെയ്യുക എന്നതാണ് ആര് ചെയ്യുന്ന ജോലി? ഫാൻ ചെയ്യുന്ന ജോലി. ഫാൻ്റെ ജോലി അതാ, വരുന്ന തണുപ്പിനെ പുറത്തോട്ട് ഒരുപാട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ വീട്ടിലൊരു കറി ഉണ്ടാക്കിയെന്ന് വിചാരിച്ചു, അപ്പുറത്തെ വീട്ടിൽ തന്നെ മണം അടിക്കണമെങ്കിൽ എന്താ ചെയ്യുന്നത്? എന്തുപോലെ ആയിരിക്കും ചെല്ലുന്നത്? കാറ്റടിക്കുന്നത് കൊണ്ടാണ് ചെല്ലുന്നത് അല്ലേ? അപ്പൊ കാറ്റിന്റെ ജോലി എന്തു? ഈ വരുന്ന സ്മെല്ലാണെങ്കിൽ എന്ത് പറയാനും അവനെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന ആരാ? കാറ്റാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ ഈ ഇതിനകത്തുള്ള ഫാനിന്റെ ജോലി എന്താണ്? ഈ വരുന്ന തണുപ്പിനെ എല്ലാ ഏരിയയിലോട്ടും എത്തിച്ചു കൊടുക്കുക എന്ന് ചെയ്യുന്നതാണ് ആരുടെ ജോലി? ഫാനിന്റെ ജോലി. ഇതിന്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് ഇതിൽ നിന്ന് വരുന്ന തണുപ്പിനെ അവൻ ഒരുപാടായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും ആ ബാക്കിലുള്ള തണുപ്പ് ചെല്ലുകയും ചെയ്യും. ഓക്കെ, ഇതിന്റെ ജോലി മനസ്സിലായ? ഇതിന്റെ ജോലി മനസ്സിലായ? ഓക്കെ. ഇപ്പൊ നമുക്ക് കാറ്റ് കിട്ടുന്നില്ലേ? എവിടെയാ കിട്ടുന്നത്? ഇങ്ങോട്ട്. ഈ ഇരിക്കുന്ന കണ്ട ഇതാരാ? അല്ലേ? ഈ ആരോ മാർക്ക് എങ്ങോട്ടാ വന്നേക്കുന്നത്? ഇങ്ങോട്ട്. അപ്പം ഈ കാറ്റടിക്കുന്നത് എങ്ങോട്ട്? ഇപ്പം ഇങ്ങോട്ടേക്ക്. ഇപ്പോഴാ താഴേക്കുണ്ട്. കാലിലോട്ടും മുഖത്തോട്ടും എന്ന രീതിയിലാണ് ആ മാർക്കിങ് വന്നേക്കുന്നത്. അപ്പം നമ്മുടെ ശരീരഭാഗത്ത് എവിടെയൊക്കെ കാറ്റ് കിട്ടണം, അല്ലെങ്കിൽ തണുപ്പ് കിട്ടണം എന്ന് നിശ്ചയിക്കുന്ന ആരാ? നമ്മളാ. നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ഇവൻ ഈ ഓരോ പോയിന്റിലോട്ടും മാറ്റി 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 ഇട്ട് കൊടുപ്പിച്ചാൽ മതി. ഇപ്പം എങ്ങോട്ടാ വരുന്നത്? കാല് മാത്രമായി. ഇപ്പോഴാ കാലിലും ഉണ്ട്. ഇവിടെ ഒന്ന് കൈവച്ച് നോക്കിക്കേ, വരുന്നില്ലേ? അവിടെയും ഉണ്ട്. ഇപ്പം എന്താ അവിടെ മാത്രം കിട്ടുന്നത്? എന്തിനാ അവിടെ വരുന്നത്? അവിടെ ആരും ഇരിപ്പുണ്ടോ? ഇല്ല. ഇവനെ പിന്നെ അങ്ങോട്ട് വരുന്നത്. ഇപ്പം നമ്മളിന്ന് ആയുർവേദിനകത്ത് ഇരുന്ന് ഒരു മഴയൊക്കെ പെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ഗ്ലാസ് ഓൾറെഡി പൊക്കും. നമ്മൾ അടിക്കുന്ന ശ്വാസം എങ്ങോട്ട് പോകും? ഇതെല്ലാം കൂടെ വന്ന് ഇതിനകത്ത് കയറി മൂടും. അപ്പം ഇത് ഫുള്ള് മൂടി കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ഈ പോയിന്റിലോട്ട് ഇവനെ എത്തിച്ച് കൊടുത്തിട്ട് ഈ AC ഇട്ട് ഇവിടെ കൂളായി കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യും? ആ ഫോഗല്ല, ആ മിസ്റ്റ് അടിച്ച് പൊക്കോട്ട് 2 മിനിറ്റ് 1 മിനിറ്റ് കൊണ്ട് അടിച്ചവൻ കളഞ്ഞു വരും. അതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? അങ്ങോട്ടേക്ക് ഇട്ടേക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യം പറഞ്ഞത് മനസ്സിലായ? ഈ AC-യുടെ കാര്യം എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും ഓക്കെ അല്ലേ? ഈ പോയിന്റ് കണ്ട ഇത് ഇവന് ഇങ്ങോട്ട് ആക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വെയിലത്ത് കൊണ്ടിട്ടേക്കുന്ന വണ്ടിയാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു ബാറ്റ്സ്മെൻറ്റോ കാര്യങ്ങൾ വണ്ടിയിലുണ്ടെങ്കിൽ അതിനെ പുറത്ത് കളഞ്ഞ് പുറത്തുനിന്ന് ഫ്രഷ് എയർ കയറ്റി തരും. അതിനുശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പഴയ രീതിയിൽ തന്നെ കൊടുക്കും. പിന്നെ അതിൽ കിടന്ന് റീസൈക്കിൾ ചെയ്ത് നിന്നോളും. അതിനുള്ളതാണ് ഇത്. ഓക്കെ, ഇപ്പം ഇങ്ങോട്ടാണ് കാറ്റ് കിട്ടുന്നു? ഈ ഏരിയയിലോട്ടല്ലേ? ഇപ്പോഴാ അങ്ങോട്ടേക്ക്. ഈ ഇവന്റ് ഉദ്ദേശിക്കുന്നത് കണ്ട, ഇവനെ ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റോ റൈറ്റോ ഏത് ഏരിയയിലോട്ട് വേണം എന്ന് നിശ്ചയിക്കുന്ന ആരാ? ഇവനെ നമ്മൾ എങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്നു അങ്ങോട്ടത്തേക്കായിരിക്കും. ഇവനെ നമ്മൾ ഏത് ഏരിയയിൽ എത്തിച്ചു കൊടുക്കുന്നു അങ്ങോട്ടത്തേക്കായിരിക്കും കാറ്റ് പോണത്. ഇപ്പം എങ്ങോട്ടാണ് കാറ്റ് കിട്ടുന്നത്? ഇവനെ ഉദ്ദേശിക്കുന്നത് എന്തുവാ? അപ്പ് ആൻഡ് ഡൗൺ. ചേച്ചിയുടെ ഹൈറ്റ് ആയിരിക്കത്തില്ല എൻ്റെ ഹൈറ്റ്. അപ്പം ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും വരും? കുറച്ചും കൂടെ മേപ്പോട്ട് വേണ്ടി വരും. അപ്പം അത് എനിക്ക് ഇവനെ എന്ത് ചെയ്യാം? മാനുവലി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? പിന്നെ വരുന്നത് ഈ മീറ്റർ കണ്ടോ? 2020, 40, 60, 80, 100 എഴുതിയേക്കുന്നുണ്ടോ? അത് വന്നേക്കുന്നത് നമ്മുടെ വണ്ടി എത്ര കിലോമീറ്റർ വേഗത്തിൽ ഓടുന്നുണ്ട് എന്ന് നമ്മളെ കാണിച്ചു തരുന്ന പരിപാടിയാണ്. ഈ നീരിൽ പൊങ്ങുന്നതനുസരിച്ച് വിചാരിച്ചോണം അതനുസരിച്ച് വണ്ടിക്ക് സ്പീഡ് കൂടുതലാണ്. അതിൻ്റെ താഴെ ഇതാണ് കുറേ കുറ്റി വന്നിരിക്കുന്നത്. ഇയും എഫും ഒരു പെട്രോൾ ചിഹ്നവും കൊടുത്തേക്കുന്നതുണ്ടോ? ഈ ഇ എന്ന് പറഞ്ഞാൽ എംടിയും എഫ് എന്ന് പറഞ്ഞാൽ ഫുള്ളുമാണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് വന്നേക്കുന്ന ഓരോ കുറ്റി 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 നിൽക്കുന്നുണ്ടോ? അതിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് വിചാരിച്ചോണം എണ്ണയുടെ അളവ് കൂടുതലാണ്. ഇവൻ കുറയുന്നതനുസരിച്ച് വിചാരിച്ചോണം എണ്ണയുടെ അളവ് കുറഞ്ഞു വരുവാണ്. ആ പെട്രോളിൻ്റെ ആ ഒരു പടം കണ്ടോ? അതിൻ്റെ സൈഡിൽ നിന്ന് ആരോ വന്നേക്കുന്നുണ്ട് ചെറുത്. അത് എങ്ങോട്ടാണ് വന്നേക്കുന്നത്? ലെഫ്റ്റ് റൈറ്റാ? അപ്പം ഇതിൻ്റെ ടാങ്ക് എവിടെ ഇരിക്കുന്നത്? പെട്രോൾ ടാങ്ക് ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നതെന്നുള്ള വാണിംഗ് ആണ് അത്. ഓക്കെ,
അതിന്റെ താഴെ 4.1.6.2 ഒക്കെ എഴുതിയേക്കുന്നുണ്ടോ? നമ്മുടെ വണ്ടി കിലോമീറ്റർ എന്തോരം ഓടുന്നുണ്ട് എന്ന് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, സംശയം ഉണ്ടോ? ഒരു കുപ്പിക്കകത്ത് വെള്ളം പിരിഞ്ഞ് റെഡ് ചിഹ്നം കണ്ടോ? നമ്മുടെ വണ്ടിയുടെ ഓയിലിന്റെ ഇതാണ് അത് കാണിച്ചേക്കുന്നത്. ഓയിൽ സംബന്ധമായി നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ വാണില്ലാകുമ്പോൾ അവിടെ കത്തി കിടക്കും. അതിന്റെ താഴെ കിടക്കുന്നുണ്ടോ ഒരു പ്ലസും മൈനസും? നമ്മുടെ വണ്ടിയുടെ ബാറ്ററി സംബന്ധമായിട്ട് എന്തെങ്കിലും തകരാറുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതവിടെ കത്തിക്കിടക്കും. അതിന്റെ താഴെ ഹെലികോപ്റ്ററിന്റെ പടങ്ങൾ കിടക്കുന്നുണ്ട്, ഒരു ഓറഞ്ച്. അത് വണ്ടിയുടെ എൻജിൻ സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കത്തിക്കിടക്കും. അതിന്റെ കാര്യങ്ങൾ അറിയാലോ. നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? എപ്പോഴേലും ഹാൻഡ് ബ്രേക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? പാർക്കിംഗ് ബ്രേക്ക് അഥവാ ഹാൻഡ് ബ്രേക്കിംഗ്, ആ സാധനത്തിന്റെ സിമ്പിളാണ് അവിടെ കത്തി കിടക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അതെങ്ങനെയാണ് ഹാൻഡ് ബ്രേക്ക് താത്തുന്നത്? പ്രസ് ചെയ്യില്ല, ആദ്യം അപ്പ് ചെയ്യാം മേപ്പോട്ട്, എന്നിട്ട് പ്രസ് ചെയ്യുക, എന്നിട്ട് ചെയ്ത് നോക്കി. ഓക്കെ, എന്നിട്ട് എപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ നേരോ മുമ്പോട്ട് പോകുന്നതിന് നമുക്ക് സാധനം കിടപ്പുണ്ടോ എന്ന് നോക്കണം. ഇല്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷമേ മുമ്പോട്ട് എടുത്തുകൊണ്ട് പോകാവുള്ളൂ കേട്ടോ. ഇത് അപ്പുറം വന്നേക്കുന്നത് വണ്ടിയുടെ ലോക്കും അതിന് ശേഷം പവർ സ്റ്റിയറിംഗിൻ്റെയാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ വ്യക്തമായോ? സംശയം ഉണ്ടോ? ഓക്കെ അല്ലേ? അത് അങ്ങേറ്റമുള്ളത് എന്തുവാ? നടുക്കത്തത്, ഇങ്ങേറ്റത്തത് ആക്സിഡന്റ് നമുക്ക് എന്തിനുള്ളതാ? വണ്ടിക്ക് വേഗത കിട്ടാനായിട്ട്. ഓക്കെ, ക്ലച്ച് നമുക്ക് എന്തിനുള്ളതാ? ഓക്കെ, ബ്രേക്കാ വണ്ടി നിൽക്കാനും വണ്ടിയുടെ വേഗത കുറയ്ക്കാനുമായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ബ്രേക്ക് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇടത്തെ കാലില്ലേ, അത് നമുക്ക് എന്തിനുള്ളയാ? ക്ലച്ച് ചവിട്ടാൻ വേണ്ടി മാത്രമുള്ള. ആ കാല് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മാറി മാറി വരാനായിട്ട് പാടില്ല കേട്ടോ. ആ കാല് എപ്പോഴും പെർമനന്റ് ആയിട്ട് ക്ലച്ച് ചവിട്ടാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ആ കാല് ഒരിക്കലും അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ മാറി മാറി വരാൻ പാടില്ല. വലത്തെ കാല് വേണം എന്ത് ചെയ്യാൻ? മാറി മാറി വരാനായിട്ട്. ഈ ഇടത്തെ കാലിന്റെ ജോലി എപ്പോഴും എന്താണ്? ക്ലച്ച് ചവിട്ടാൻ വേണ്ടി മാത്രം ഉള്ളതാണ്. ഒന്ന് ക്ലച്ച് ചവിടിക്ക്, ഇവിടെ ഒന്ന് ഫസ്റ്റ് ഗിയർ ഇട്ടേ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, നേരെ നോക്കി ന്യൂട്രലാക്കി, ഫസ്റ്റ് ഗിയർ ഇട്ട്, സെക്കൻഡ് ഇട്ട്, തേർഡ് ഇട്ട്, ഫോർത്ത് ഇട്ട്, ന്യൂട്രലാക്കി. ഓക്കെ, ഫസ്റ്റ് ഗിയറിന്റെ ജോലി എന്തുവാ? ഈ വണ്ടീനെ മുമ്പോട്ട് ഉരുട്ടി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ആരുടെ ജോലി? ഫസ്റ്റിന്റെ ജോലി. ഇവനെ ഈ സ്റ്റോപ്പായിട്ട് നിൽക്കുന്ന ഇവനെ മുമ്പോട്ട് ചലിപ്പിച്ച് കൊടുക്കുക എന്നുള്ള ജോലിയാണ് ആര് ചെയ്യുന്നത്? ഫസ്റ്റ് ഗിയർ ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും പണിയാണ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഫസ്റ്റ് ഗിയറിന്റെ ജോലി ഇത് മാത്രമാണ്. ഓക്കെ, സെക്കൻഡ് ഗിയറിന്റെ വേഗത കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് ഗിയർ ഇട്ട് കൊടുക്കും. അങ്ങനെ ഓരോ ഗിയറിനും എന്തുണ്ട്? ഓരോ സ്പീഡ് ലിമിറ്റ് കൊണ്ട് ഓരോ ജോലിയുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ജോലിയുണ്ട്. അവരവർ ആ ജോലി മാത്രമേ ചെയ്യത്തുള്ളൂ. ഫസ്റ്റ് ഗിയർ ചെയ്യുന്ന ജോലി നാലാമത്തെ ഗിയറും ചെയ്യത്തില്ല. നാലാമത്തെ ഗിയർ ചെയ്യുന്ന ജോലി ഫസ്റ്റ് ഗിയറും ചെയ്യത്തില്ല. ഓക്കെ, മനസ്സിലായ? സംശയം ഉണ്ടോ? ഇതിനകത്ത് ഏറ്റവും പവറുള്ള ഗിയർ ഏതായിരിക്കും? എപ്പോഴും പവറുള്ള ഗിയർ ഫസ്റ്റ് ഗിയർ ആയിരിക്കും. അതായത് ഇപ്പൊ നമ്മളിവിടെ നിൽക്കുക, ഇവനെ നമ്മൾ ഇത്രയും പേരെ വെയിറ്റ് പിടിച്ച് ഇവനെ ഉരുട്ടി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റണ്ടേ? മനസ്സിലായോ? ചേച്ചിക്ക് സ്വന്തമായിട്ടൊരു കടയുണ്ട് എന്ന് വിചാരിക്കുക. ആ കട ചേച്ചി കഷ്ടപ്പെട്ട് തുടങ്ങി എല്ലാ ആൾക്കാരെയും എല്ലാം സെറ്റ് ചെയ്ത് കടയെല്ലാം നല്ല ഡെവലപ്പായി സെറ്റപ്പായി എന്ന് വിചാരിച്ചു. അതിന് ചേച്ചി എനിക്ക് പറയാം, എൻ്റെ അടുത്ത് നോക്കി നടത്താൻ പറഞ്ഞാൽ എനിക്ക് ആ നോക്കി നടത്താനാണ് ആ പാട്, അപ്പോൾ ഒരു കട തുടങ്ങി വെക്കാനാണ് പാട്. അപ്പോൾ ഈ ഒരു സംരംഭം ഇവനെ മുമ്പോട്ട് ചലിപ്പിച്ച് കൊടുക്കുക എന്നുള്ള രീതി തുടങ്ങി വെക്കാനാണ് പാട്. അപ്പോൾ ഇത്രയും പേരെ വെച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആരെ കൊണ്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഏറ്റവും പവറുള്ള ആർക്കാ? ഫസ്റ്റ് ഗിയറിനാണ്. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? ഫസ്റ്റ് ഗിയറിൻ്റെ ജോലി മനസ്സിലായോ? അതിനുശേഷം അവൻ ആ ചെയ്തതിൻ്റെ ജോലിയുടെ ബാക്കിയാണ് ആര് ചെയ്യുന്നത്? സെക്കൻഡ് ചെയ്യുന്നത്. സെക്കൻഡ് ചെയ്യുന്നതിൻ്റെ ബാക്കിയാണ് തേർഡും ഫോർത്തും അങ്ങനെ ചെയ്യുന്നത്. മനസ്സിലായോ? അവൻ ചെയ്തതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് അവരായിട്ട് തുടങ്ങി വെച്ചൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഓരോ ഗിയറിനും ഓരോ വേഗതയുണ്ട്. ആ വേഗതക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തോണം? ഗിയർ മാറി മാറി കൊടുത്തോണം. അപ്പം
സെക്കൻഡ് ഗിയറിന്റെ വേഗം എത്രയാണെന്ന് പറയാൻ പറ്റുമോ? 60 ആണോ 30 മൂന്നാമത്തെ ഗിയറിലൊക്കെ നമുക്ക് 30, നാലാമത്തെ ഗിയറിലൊക്കെ ഒരു 40, രണ്ടാമത്തെ ഒരു 10-20 ആ റേഞ്ച് വരെ നമുക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പം ഈ ഗിയർ അപ്പ് ചെയ്ത് കൊടുക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്തു വേണം, വണ്ടിയുടെ വേഗത കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഗിയർ ഡൗൺ ചെയ്തും കൊടുത്തോണം. ഓക്കെ, ഓക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായ? യെസ് മനസ്സിലായില്ലേ? മനസ്സിലായി. സംശയമുണ്ടോ എന്തെങ്കിലും? ഇല്ല. ഓക്കെ, ഒന്നും കൂടെ നേരെ നോക്കി ക്ലച്ച് ഫുൾ അമർത്തി ഫസ്റ്റ് ഗിയർ ഇട്ടേ, സെക്കൻഡ് ഇട്ടേ, തേർഡ് ഇട്ടേ, ഫോർത്ത് ഇട്ടേ, സെക്കൻഡ് ആയിക്ക്, തേർഡ് ആയിക്ക്, ഫോർത്ത് ആയിക്ക്, ന്യൂട്രലായിക്ക്, സെക്കൻഡ് ആയിക്ക്, തേർഡ് ആയിക്ക്, സെക്കൻഡ് ആയിക്ക്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായ? സംശയം എന്തെങ്കിലും ഉണ്ടോ? ഉറപ്പല്ലേ? നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്തോ? ആദ്യം ഫസ്റ്റ് ഗിയർ ഒക്കെ ഇടുന്നതിന് നമ്മളൊരു കാര്യം ചെയ്യുമല്ലോ. ആദ്യം ചെയ്യുന്ന കാര്യം എന്തോ പറ. വണ്ടി സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പ് വണ്ടി സ്റ്റാർട്ട് ആക്കണം നമുക്ക്. അപ്പോൾ നമ്മൾ ആദ്യം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? അഡ്ജസ്റ്റ് ആദ്യം ചെയ്ത് ബെൽറ്റ് ഇട്ട് മിറർ നോക്കി ബെൽറ്റ് ഇട്ട് അതിന് ശേഷം ഓക്കെ. ഇപ്പം ഞാൻ പറയുക, ചേച്ചി പറയുക, ഒരു ചെറിയ കയറ്റമാണ്. ആ കയറ്റത്തിൽ കൊണ്ട് ഈ വണ്ടി ഇട്ടിട്ട് ഇറങ്ങി വരാൻ പറഞ്ഞ ചേച്ചി എങ്ങനെ ഇറങ്ങി വരും? ഓക്കെ, ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ഇറങ്ങി വരും അല്ലേ? ഇപ്പം ഞാൻ പറയുകയാണ്, ഈ ഹാൻഡ് ബ്രേക്ക് വർക്ക് ചെയ്യാത്തൊരു വണ്ടിയാണെങ്കിൽ ചേച്ചി എങ്ങനെ ഇറങ്ങി വരും? അറിയാവുന്ന പോലെ പറ, തെറ്റിയാലും കുഴപ്പമില്ല. ഇപ്പം നമ്മുടെ വണ്ടിക്ക് ഹാൻഡ് ബ്രേക്ക് വർക്ക് ചെയ്യത്തില്ല, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്കൊരു ഓപ്ഷൻ വേണ്ടേ? നമുക്ക് ഇറങ്ങുകയും വേണം, നമ്മുടെ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? സാമാന്യ ബുദ്ധിക്കൊന്ന് ചിന്തിച്ച് നോക്കി. വണ്ടി അനങ്ങാതിരിക്കാൻ, ഇറക്കത്തിൽ നിന്ന് ഇറങ്ങി വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന്? ഒരു കല്ല് വെച്ചപ്പോഴേ ടയറിൽ ഇറങ്ങി വരിക. അതിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ കല്ല് വെക്കണ്ടേ? അപ്പൊ പറ്റുമോ? ആ, ഗിയറിലിട്ട് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇറങ്ങുമോ? ഇറങ്ങും, ഉറപ്പാണ്. ഗിയറിട്ട് വെച്ചാൽ വണ്ടി അനങ്ങുമോ? ഈ ബ്രേക്ക് ചവിട്ടിയിട്ട് നമ്മൾ ഗിയർ ഇട്ടിട്ട് താക്കോൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അനങ്ങുമോ? ഇല്ല. അപ്പൊ ഗിയർ ഇട്ട് വെച്ചിട്ട് ഇറങ്ങി വരാൻ പറ്റത്തില്ലേ? അപ്പൊ ഈ നമ്മൾ വണ്ടി പിന്നെ കയറി എടുക്കാൻ വേണ്ടി പോകുമെന്ന് വിചാരിച്ചോ, നമ്മൾ ക്ലച്ചും ബ്രേക്കും ഒന്നും ചവിട്ടാതെ നമ്മൾ നേരെ കയറി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? വണ്ടി ചാടും, വണ്ടി മൂവ് ആകത്തില്ലല്ലോ. എങ്ങനെ മൂവ് ആവും? ഇല്ല. നമ്മൾ നേരെ വരുമോ? ഒന്നും അറിയുന്നില്ല, നേരെ കയറി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ നോക്കുന്നില്ല ന്യൂട്രാണോ അല്ലെങ്കിൽ ഒന്നും നോക്കുന്നില്ല, നമ്മൾ നേരെ കയറി സ്റ്റാർട്ട് ചെയ്ത് പറ്റും, വണ്ടി ചാടും. നമ്മളിപ്പോൾ അവിടെ ഓടിച്ച വണ്ടിയില്ലേ ഡ്രൈവിംഗ് സ്കൂളിൽ, അതൊക്കെ ഓടിക്കാൻ നേരം ഗിയറിട്ട് അടിച്ച് നോക്കിയിട്ടുണ്ടോ? ഇതുവരെ അടിച്ച് നോക്കിയിട്ടില്ല. അങ്ങനെ അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉറപ്പാണോ? എത്ര നേരത്തെ ഇതുവരെ വണ്ടി ഓഫ് ആക്കിയിട്ടില്ല. അപ്പോൾ ഇപ്പം എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു? ഓക്കെ, ഇപ്പം നമ്മൾ ഇവിടുന്ന് ഒരു വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എപ്പോഴും എന്തായിരിക്കണം? അതിനുശേഷം ഫസ്റ്റ് ഇടാൻ നമ്മൾ എന്ത് ചെയ്യണം? ക്ലച്ച് ചവിട്ടണം. ഇപ്പോൾ ഒരു ചെറിയ സ്ലോപ്പ് ആണെങ്കിൽ ക്ലച്ച് ഓടി കഴിഞ്ഞാൽ വണ്ടി ഇറങ്ങി പോകത്തില്ലേ? പോകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹാഫ് ക്ലച്ച് ചവിട്ടണമെങ്കിൽ എന്ത് വരണം? ക്ലച്ച് ചവിട്ടി കീറിട്ടതിന് ശേഷം ഹാഫ് ക്ലച്ച് ആക്കാൻ പറ്റത്തുള്ളൂ. അതിന് മുമ്പ് എന്ത് ചെയ്യണം? ബ്രേക്ക് ചവിട്ടണം. മനസ്സിലായോ? ഇപ്പൊ നമുക്ക് എല്ലായിടത്തും ഈ ഹാൻഡ് ബ്രേക്ക് പ്രോപ്പർലി യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇത് വർക്ക് ചെയ്യാത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പം ഒരു പാലത്തിൽ കൊണ്ട് വണ്ടി ഇട്ട് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? പാലത്തിൽ കൊണ്ട് വണ്ടി ഇട്ടു, ഇറങ്ങണമെങ്കിൽ എന്ത് ചെയ്യും? ഗിയർ ഇട്ടിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ അത് മാത്രമേ ഉള്ളൂ. ഗിയർ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഇറങ്ങി പുറകോട്ട് പോകത്തില്ല. ന്യൂട്രലാണെങ്കിലല്ലേ വണ്ടി ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്നത്. 4 വീലും പിടുത്ത് വിടാണ് വണ്ടി ഫ്രീ ആയിട്ട് കിടക്കുന്നത്. എഞ്ചിനും ഗിയർ ബോക്സും ആയിട്ട് പിടുത്ത് വിടാണ് കിടക്കുന്ന സാഹചര്യമാണ് എന്ത്? ന്യൂട്രൽ. അപ്പോൾ ഒരു കയറ്റത്തിലാണെങ്കിൽ വണ്ടി എന്തിട്ടു? ഇറങ്ങിപ്പോവും. നമുക്ക് ബ്രേക്ക് കൂട്ടിയ വണ്ടി അവിടെ നിന്നോളൂ. അല്ലാത്ത പക്ഷേ എന്ത് ചെയ്യണം? ഹാൻഡ് ബ്രേക്ക് ഒന്നും വർക്ക് ചെയ്യാത്തൊരു വണ്ടിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഇട്ടിട്ട് താക്കോൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ
പിടുത്തമായി, ഫ്രണ്ടിലെ വീൽ അനങ്ങത്തില്ല, അങ്ങനെ തന്നെ കിടന്നോളൂ. അപ്പോൾ ഈ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്ന സാധനമില്ലേ ചേച്ചി, തലയിൽ ബുഷിട്ടിട്ടില്ലേ, ഈ ബുഷ് നമ്മൾ ഒരു 10 വട്ടം ഇട്ട് 20 വട്ടം ഇട്ട് ഒരു 100 വട്ടം ഇട്ട് കഴിഞ്ഞാൽ ബുഷ് എന്ത് പറ്റും, വലിഞ്ഞു പോകും. അപ്പോൾ ഇതേണക്കാണ് ഈ ഹാൻഡ് ബ്രേക്ക്. എന്ത്, 1 വട്ടം ഇട്ട് 2 വട്ടം ഇട്ട് ഇതൊരു 10-400 വട്ടം വലിച്ചു വരുമ്പോൾ എന്ത് പറ്റും, ഇവൻ വലിഞ്ഞങ്ങ് പോകും. ഒരു ബൗഡന ഇവൻ വലിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ പിടുത്തം കാണുമോ? ഈ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്ന സാധനത്തിന് എപ്പോഴും ബാക്ക് വീലിൽ മാത്രമേ എന്തുള്ളൂ, പിടുത്തമുള്ളൂ. ഇവൻ കുറേ തവണ വലിച്ചു വിട്ട് കഴിയുമ്പോൾ അവൻ്റെ പിടുത്തം അങ്ങ് പോകും, പിന്നത് കാണത്തില്ല. ഓക്കെ, പറഞ്ഞത് മനസ്സിലായ? അപ്പം ഇങ്ങനെയുള്ള സാഹചര്യം നമ്മൾ കൂടുതലും ചെയ്യുന്നത് എന്തായിരിക്കും, ഗിയറിലായിരിക്കും ഇട്ട് വെച്ച് പോണത്. അപ്പം നമ്മൾ ആദ്യം വന്ന് ക്ലച്ച് കയറ്റി കഴിഞ്ഞാൽ എന്ത് പറ്റും, വണ്ടി പുറകോട്ട് ഇറങ്ങിപ്പോകും. ആ പിടുത്തം മാറി വണ്ടി പുറകിലോട്ട് ഇറങ്ങിപ്പോകും. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്തായിരിക്കും ചെയ്യേണ്ടത്, ആ വണ്ടി പുറകോട്ട് ഇറങ്ങി പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്തായിരിക്കും ചെയ്യേണ്ടത്, ഗിയറിലാണല്ലോ നമ്മൾ ക്ലച്ച് ചവിട്ടിയല്ലോ. ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ, ബ്രേക്കാണ് ചവിട്ടേണ്ടത്. എപ്പോൾ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, ബ്രേക്ക് ചവിട്ടി അതിനുശേഷം ക്ലച്ച് ചവിട്ടിയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ന്യൂട്ടായി കൊടുത്ത്, ഉറപ്പാണ് ന്യൂട്ടിലാണെന്ന്. എനിക്ക് ഫസ്റ്റ് ഗിയർ. ഓക്കെ, ഇപ്പം ന്യൂട്ടിലല്ലേ. ആദ്യം തന്നെ എന്ത് ചെയ്യുക, ബ്രേക്ക് ചവിട്ടിക്ക് ഫുൾ അമർത്തി, അതിനുശേഷം ക്ലച്ച് അമർത്തിക്ക്. ഇനി ഈ വണ്ടി സ്റ്റാർട്ടാക്കി. ഓക്കെ, വണ്ടി സ്റ്റാർട്ടായില്ലേ, ഫസ്റ്റ് ഗിയർ ഇട്ട് ചേച്ചി. ഇപ്പം നമ്മൾ ഈ വണ്ടി ആദ്യമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലേ. ഇതിനു മുമ്പ് വണ്ടി ഓടിച്ചിട്ടുള്ള വണ്ടി ഏതൊക്കെയാണ്, ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടിയല്ലേ. അവിടുത്തെ ഏതൊക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ട്, ഒരു ഒറ്റ വണ്ടി ഓടിച്ചിട്ടുള്ള രണ്ടെണ്ണം. ഈ രണ്ടിൻ്റെയും ക്ലച്ച് ഒരുപോലെ ആയിരുന്നു, വ്യത്യാസം വരും. ബ്രേക്കും ഒരുപോലെ ആയിരിക്കത്തില്ല. ഓക്കെ, നമ്മൾ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. അതേപോലെയാണ് എല്ലാ വണ്ടിയും. പല വണ്ടിക്കും പല സ്വഭാവമായിരിക്കും. ഇതിൻ്റെ ക്ലച്ച് വിട്ടിട്ട് വണ്ടി നീങ്ങുന്ന ആ മൂവ്മെൻ്റ് ആയിരിക്കത്തില്ല അവിടെ ഓടിച്ചിട്ടുള്ള വണ്ടിക്കും മൂവ്മെൻറ്റ് വരുന്നത്. പല വണ്ടിക്കും എന്തായിരിക്കും, പല രീതിയിലായിരിക്കും മൂവ്മെൻറ്റും കാര്യങ്ങളും വരുന്നത്. അപ്പം ഇതിൻ്റെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റും അതിൻ്റെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റും ഒരുപോലെ ആയിരിക്കത്തില്ല. നമ്മുടെ മൈൻഡിൽ ഇപ്പോഴും കിടക്കുന്ന ആ പഴയ വണ്ടി ഓടിച്ചിട്ടുള്ള മൈൻഡ് ആയിരിക്കും. അപ്പം അത് വെച്ച് നമ്മൾ ഒരിക്കലും ക്ലച്ച് റിലീസ് ചെയ്യാൻ വേണ്ടി നോക്കരുത്. നമ്മൾ വണ്ടി ഇവനെ പയ്യെ ക്ലച്ച് വിട്ട് കൊടുക്കുക. ഒരു വൈബ്രേഷൻ വരുന്നൊരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് എത്തുമ്പോൾ എന്നോട് പറയുക. ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ നമ്മൾ കുറെ വാണിംഗ് ലാമ്പ് കത്തി കാണിച്ചു തന്നില്ലേ, അത് എന്തെങ്കിലും അത് കിടപ്പുണ്ട്. ഇപ്പം ആ വാണിംഗ് ലാമ്പ് എല്ലാം വണ്ടി സ്റ്റാർട്ടാക്കിയതിന് ശേഷം ഇതിനകത്ത് കത്തി കിടപ്പുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അത് കംപ്ലൈൻ്റ് ആണ്. അത് അതിൻ്റെ ടെക്നീഷ്യനെയോ മെക്കാനിക്കിനെയോ നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ട് കാണിക്കണം. ഇപ്പം എന്തെങ്കിലും വാണിംഗ് ലാമ്പ് കത്തി കിടപ്പുണ്ടോ, എന്തിൻ്റെ, ഹാൻഡ് ബ്രേക്കിൻ്റെ. ആ വൈബ്രേഷനാണ് ആദ്യം എത്തിച്ച് ക്ലച്ച് പയ്യെ വിട്ട് ആ വൈബ്രേഷൻ എത്തിക്കാം.